അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി വധിക്കപ്പെട്ട വിവരം നമുക്കറിയാം. ആരായിരുന്നു ഖമനേയി? വളരെ ചുരുക്കത്തിൽ പറയാം, സയ്യിദ് അലി ഹുസൈനി ഖമനേയി എന്നാണ് മുഴുവൻ പേര്. 1939 ഏപ്രിൽ 19 ഇറാന്റെ മഷ്ഹദ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഖമനേയി എന്ന പദം വരുന്നത് പിതാവിന്റെ ജന്മദേശമായ ഇറാനിലെ ഖമനെ എന്ന പ്രദേശത്തിൽ നിന്നാണ്. പിതാവ് ജവാദ് ഖമനേയും മാതാവ് ഖദീജ മിർദമാദിയുമാണ്. ഇസ്ലാമിലെ രണ്ട് പ്രബല വിഭാഗമായ സുന്നി ഷിയ എന്നതിൽ ഷിയ വിഭാഗക്കാരനാണ് ഖമനേയി. ചെറുപ്പം തൊട്ടേ ഷിയ മുസ്ലിം വിദ്യാഭ്യാസം നേടിയ ഖമനേയി മുതിർന്നപ്പോൾ ഷിയ പണ്ഡിത ശ്രേണിയിലെ ആയത്തുള്ള അഥവാ ദൈവത്തിന്റെ അടയാളം എന്ന പദവി നേടുകയുണ്ടായി. 1979 വരെ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ എന്ന രാജ ഭരണകൂടമായിരുന്നു. 1979 മുഹമ്മദ് റസ ഷാ പഹ്ലവി എന്ന രാജാവാണ് ഇറാൻ ഭരിച്ചിരുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ദാസനായി നാട് ഭരിച്ച ഇദ്ദേഹം പാശ്ചാത്യ പരിപാടികളും ജീവിത രീതിയും ഇറാനിലാകെ നടപ്പാക്കുകയുണ്ടായി. ഇറാനിലെ പ്രമുഖ മത വിഭാഗങ്ങളും ഇടത് രാഷ്ട്രീയ ചേരിയും ഈ ഒരു രാജഭരണത്തിന് ശക്തമായ എതിരായിരുന്നു. അവർ പല പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നു. ഈ പ്രക്ഷോഭങ്ങളിലെ ഏറ്റവും പ്രമുഖമായ ഒരു മുഖമായിരുന്നു ഷിയ നേതാവായിരുന്ന റൂഹുള്ള ഖൊമൈനി. അദ്ദേഹത്തിന്റെ സംഘത്തിലാണ് ഖമനേയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1977-78 കാലമായപ്പോഴേക്ക് ഈ പ്രക്ഷോഭങ്ങൾ വളരെയധികം ശക്തിയാർജിക്കുകയുണ്ടായി. അവസാനം 1979 ഒരു വിപ്ലവത്തിലൂടെ ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഷിയാക്കൾ ഇറാന്റെ ഭരണം കൈയടക്കുകയുണ്ടായി. ഷാ രാജഭരണകാലത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറ്റ തോഴനായിരുന്ന ഇറാൻ വിപ്ലവാനന്തരം ഈ രണ്ട് രാജ്യങ്ങളുടെയും മുഖ്യ ശത്രുവായി മാറുകയായിരുന്നു. വിപ്ലവത്തിന് ശേഷം നിലവിൽ വന്ന ഗവൺമെന്റിൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി മിനിസ്റ്ററായിരുന്നു ഖമനേയി. മാത്രമല്ല ഖുമൈനി രൂപീകരിച്ച റവല്യൂഷണറി കൗൺസിലിലെ ഒരു മെമ്പറുമായിരുന്നു ഇദ്ദേഹം. ടെഹ്റാനിലെ ജുമുഅ പ്രഭാഷണം നടത്തിയിരുന്നതും ഇതേ ഖമനേയി തന്നെയായിരുന്നു. ആ ഇടക്കാണ് 1981 ജുമുഅ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ തൊട്ടടുത്ത് നിന്ന് ഒരു ടേപ്പ് റെക്കോർഡർ ബോംബ് പൊട്ടിത്തെറിച്ച് സാരമായി ഇദ്ദേഹത്തിന് പരിക്കേൽക്കുന്നതും അതിനെ തുടർന്ന് വലത്ത് കൈയുടെ സ്വാധീനം പൂർണ്ണമായും ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതും. അതേ വർഷം ഇറാന്റെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി റജായി മറ്റൊരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ ഖമനേയി ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായി അവരോധിക്കപ്പെടുകയുണ്ടായി. തുടർന്ന് 1989 പരമോന്നത നേതാവായ റൂഹുള്ള ഖുമൈനി അന്തരിച്ചപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഖമനേയി ഉയർത്തപ്പെടുകയായി. നീണ്ട 37 വർഷം ഈ ഒരു പദവിയിലിരുന്ന് ഇറാനെ ഭരിച്ച ഖമനേയി അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ കണ്ണിലെ കരടായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 ഈ രണ്ട് രാജ്യങ്ങളും സംയുക്തമായി ഒരു വ്യോമാക്രമണത്തിലൂടെ വധിച്ചു കളഞ്ഞത്. തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി ഇദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയിയെ അവരോധിക്കുകയായി. ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കത്തിൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ. ഇനിയും വരാം.